ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കും. ഞാൻ എന്നാൽ പിന്നെ ഇന്ന് വിചാരിച്ചു നല്ല വെയിലുള്ള ദിവസം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് ബെഡ്ഷീറ്റ് എല്ലാം കൂടെ മാറി എല്ലാം കഴുകാൻ ഇടുവാണെങ്കിൽ വെയിലത്ത് കിടന്ന് ഉണങ്ങി കിട്ടിക്കോളുമല്ലോ. അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഡ്രയറിലിട്ടൊക്കെ ഉണക്കാം. പക്ഷേ ഈ വെയിലത്തിട്ട് ഉണക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ മലയാളികൾക്ക് കിട്ടത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് പെട്ടെന്ന് ബെഡ്ഷീറ്റൊക്കെ മാറുവാണേ. ചിലർ പറയാറുണ്ട് കേട്ടോ, നമ്മുടെ മലയാളികൾ ഇങ്ങനെ യു കെയിലോ മറ്റേ വേറെ ഏതെങ്കിലും കൺട്രിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ഫുള്ള് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ആക്ച്വലി ഉണ്ടല്ലോ, നമ്മൾ മലയാളികളെന്നല്ല ഏത് ആൾക്കാരും വേറൊരു രാജ്യത്ത് ചെന്നാൽ അവിടെ അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ പറയുന്ന അവിടുത്തെ നെഗറ്റീവ് അല്ല, നമ്മുടെ നാടിന് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉള്ള പോലെ ഇവിടെയുണ്ട് പോസിറ്റീവ്സും നെഗറ്റീവ്സും. ഇവിടെ പക്ഷേ എന്തൊക്കെയോ നമുക്ക് ഇച്ചിരി കൂടെ കൂടുതൽ പോസിറ്റീവ്സ് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പം നമ്മുടെ നാടിനെ നമ്മൾ അതുകൊണ്ട് വെറുക്കുന്നതല്ല കേട്ടോ. നമ്മുടെ നാടിനെ തീർച്ചയായിട്ടും നമ്മൾ സ്നേഹിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, ഇവിടെ തണുപ്പാണ് അങ്ങനെയാണെന്നൊക്കെ. എല്ലാ മലയാളികളും വരുമ്പോൾ പറയുന്നത് കേട്ടോ, അതൊരു കുറ്റമായിട്ട് പറയുന്നതല്ല, ഒരു നോർമൽ തിങ്. നമ്മുടെ ബോഡി അതിനോട് അഡ്ജസ്റ്റ് ആകാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ നമ്മളെല്ലാം പറയും ഇവിടെ തണുപ്പാണ്, ഇനി എന്ത് ചെയ്യും അങ്ങനെയൊക്കെ പറയും. പക്ഷേ വർഷങ്ങൾ കഴിയും തോറും നമ്മൾ ഇതിനോടൊക്കെ അഡ്ജസ്റ്റ് ആയി വരും കേട്ടോ. നമ്മളെന്നല്ല ഏത് മനുഷ്യരും അങ്ങനെയായിരിക്കും. ഒരു കാലാവസ്ഥയോടോ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തോടോ ഒക്കെ അഡ്ജസ്റ്റ് ആയി വരണമെങ്കിൽ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലേ. അതുവരെ നമുക്ക് കുറച്ച് പരിഭവവും ഒക്കെ പറയും. എന്നാലും പിന്നീട് അത് റെഡി ആകുമ്പോൾ നമുക്കറിയാം നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആണെന്നല്ലേ. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഞാൻ പെട്ടെന്ന് മാറി വാഷിംഗ് മെഷീനിലിട്ടൊന്ന് കഴുകി എടുത്തുകൊണ്ട് വന്ന് വിരിക്കുകയാണ് കേട്ടോ. അതുപോലെ നമ്മളുണ്ടല്ലോ, താഴെ കുറേ സാധനങ്ങൾ എക്സ്ട്രാ കിടപ്പുണ്ട്, ഉപയോഗമൊക്കെ കഴിഞ്ഞു അതിൻ്റെയൊക്കെ. അപ്പോൾ അതെടുത്ത് നമ്മൾ ഏറ്റവും മേളത്തെ റൂമിൽ ആറ്റിക് റൂമിൽ വെച്ചേക്കാൻ പോവുകയാണ്. അതാകുമ്പോൾ ഒതുങ്ങി ഇരുന്നോളൂല്ലോ, താഴെ ഒത്തിരി കൺജസ്റ്റഡ് ആയിട്ട് തോന്നത്തുമില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ കുഞ്ഞിനെ ഉന്തുന്ന സ്ട്രോളറും അതുപോലെ കുറച്ച് വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്ന് വിചാരിച്ചു ഒന്ന് വെയിലൊക്കെ കൊള്ളിച്ച് ഒന്ന് ഡ്രൈ ആക്കി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മേളിലേക്ക് കൊണ്ടുപോകാം. എന്നാൽ പിന്നെ ശരി കേട്ടോ, നിങ്ങളുടെ പണികളൊക്കെ നടക്കട്ടെ. ഞങ്ങളെന്നാൽ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് ഭക്ഷണമൊക്കെ കഴിക്കാൻ പോവാണേ.